ഈ ഞായറാഴ്ച ദിവസം നമ്മൾ പോയത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ അജ്മാൻ വിന്നേഴ്സ് ക്ലബ്ബിൽ വെച്ചിട്ട്. അവിടെ നിന്ന് അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രവീണ് പറഞ്ഞു ഇങ്ങനെ നമ്മളവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ പോയതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് എല്ലാം അവിടുത്തെ ചടങ്ങുകളൊക്കെ നമ്മളൊന്ന് കാണാൻ പോയത്. കാരണം കണ്ണൂരായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പിടിയില്ല എങ്ങനെയാണ് എന്താണ് എന്നൊന്നും. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. നമ്മളും ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. നമ്മളും അന്നദാനത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടുകാരും പൊങ്കാലയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പായസമൊക്കെ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പ്രസാദമായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിവിടെയും ഇവർ ആദ്യമായിട്ട് ചെയ്താണെന്നാണ് പറഞ്ഞറിഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ ആറ്റുകാൽ പൊങ്കാല ഇവിടെ ചെയ്യാറുണ്ടെങ്കിലും അതൊരു വലിയ ഇതിൽ മാത്രം ചെയ്തുകൊണ്ടാണ് ഉണ്ടാവാറ്. ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ളൊരു സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് കേട്ടോ, ആള് ഉണ്ടായിരുന്നു. ആളാണ് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചത്. അങ്ങനെയാണ് നമ്മൾ പോയത്. ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം ആയതുകൊണ്ടാണ്. എനിക്കറിയില്ല ഇത് ഇവിടെ എങ്ങനെ നടത്തുന്നതിന് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയി. ഇങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ അവിടെ ആദ്യത്തെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അജ്മാൻ വിന്നേഴ്സ് ക്ലബ്ബിലാണ് ഇത് നടന്നിരുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോയിരുന്നേനെ. നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സംഭവങ്ങളുണ്ട്. താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. താലപ്പൊലിന്റെ സമയത്തൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല. ഈ ആറ്റുകാൽ പൊങ്കാല ഇവർ ചെയ്യുന്ന സമയത്തും നമ്മൾ എത്തിയില്ല. നമ്മൾ ഏകദേശം ചെയ്ത് കഴിയുന്ന ഒരു സമയത്തോടു കൂടിയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. എത്തിയതിനു ശേഷവും നമുക്ക് അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ഇത് ഈ നമ്മൾ ഉണ്ടാക്കിയ പായസം നിവേദിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ അവിടുത്തെ പ്രസാദമൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് യാത്രയായി. ശരിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ ശരിക്കും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എത്രത്തോളം ആളുകൾ ഉണ്ടാവുമെന്ന്. പക്ഷെ ഇവിടെ കുറച്ച് ആളുകളാണെങ്കിലും എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യമൊക്കെ ഇവർ ചെയ്യുന്ന സമയത്തേക്ക് ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.